ഹലോ ഗൈസ്, ഇന്ന് 100 ഡേയ്സ് ഓഫ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഡേ 3 ബാക്ക് ആൻഡ് ബൈസെപ്സ് വർക്കൗട്ടാണ് ചെയ്യുന്നത്. ബാക്കിന് 6 പ്രോഗ്രാമും ബൈസെപ്സിന് 6 പ്രോഗ്രാമാണ് ചാർട്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പുള്ളപ്പാണ്. പുള്ളപ്പ് എന്ത് ചെയ്യാം, 3 സെറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ ഫസ്റ്റ് സെറ്റായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് വർക്കൗട്ടിൻ്റെ ലാസ്റ്റ് സെറ്റായിട്ട് ചെയ്യാം. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിൾ ലാറ്റ് പുൾ ഡൗൺ ആണ്. അത് 3 സെറ്റ് 10 മുതൽ 15 റെപ്പ് വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള പമ്പും കിട്ടും. അത്രയും ബാക്ക് എൻഗേജ് ആയിരിക്കണം, ഐസൊലേറ്റ് ചെയ്യരുത്, അല്ലാതെ സ്റ്റഡി ആയിട്ട് നിൽക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വർക്കൗട്ടാണ് സിംഗിൾ ആം ഡംബൽ റോസ് എന്ന് പറയും. 3 സെറ്റ് ചെയ്യണം, 15 റെപ്പാണ് വരുന്നത്. ഓൾട്ടർനേറ്റീവ് ഹാൻഡ് കൊണ്ട് ചെയ്യുക. രണ്ടിടത്തും 2 ഹാൻഡിലും വരുമ്പം ഈച്ച് റെപ്പ് കംപ്ലീറ്റ് സെയിം ആയിരിക്കണം. അതായത് 2 ലെഫ്റ്റ് ആമിനും റൈറ്റ് ആമിനും ഇത് 15 റെപ്പ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ റൈറ്റ് ആമിൽ നിന്ന് ലെഫ്റ്റ് ആമിലോട്ട് എടുക്കുക. പിന്നെ സീറ്റ് പിടിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഡമ്പൽ എടുക്കുന്നതോ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഡമ്പലെ ഹോൾഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ബെഞ്ച് ഇതുപോലെ ചെയ്യുക. എനിക്കിത് കംഫർട്ടായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിൾ സീറ്റഡ് റോ ആണ്. അതാണ് 4ാമത്തെ വർക്കൗട്ട്. 3 സെറ്റ് 15 റെപ്പ് വെച്ച് ചെയ്യുക, 10 മുതൽ 15 റെപ്പ് വരെ. അതും സ്റ്റഡി ആയിട്ട് ചെയ്യുക. ശകലം ബെൻഡ് ചെയ്തിട്ട് ചെയ്യണം, എന്നാലും അത്ര എഫക്റ്റീവ് ആകത്തുള്ളൂ. ഇത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കിന് അതാണ് നമ്മുടെ 4ാമത്തെ വർക്കൗട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ 5ാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിൾ സ്ട്രെയിറ്റ് ആം പുൾ ഡൗൺ ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മെഷീനിലാണ് ചെയ്യുന്നത്. ബാക്കും വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ബാക്കും കറക്റ്റായിട്ട് ബെൻഡ് ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ട് നടുവും ബാക്ക് ബോണും അതുപോലെ നിർത്തുക. ലെഗും സ്റ്റേൺ ആയിരിക്കണം. അതും 3 മുതൽ 15 റെപ്പ് വരെയാണ് വേണ്ടത്. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ റിവേഴ്സ് ഫ്ലൈ ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട്. പുള്ളപ്പ് ആദ്യം ചെയ്യാത്തവർ ലാസ്റ്റ് പുള്ളപ്പ് ചെയ്യുക. ഇത് പുള്ളപ്പ് ആദ്യം ചെയ്തവർ മിഷൻ റിവേഴ്സ് ഫ്ലൈ ആയിരിക്കണം. 3 സെറ്റ് 15 റെപ്പ് അതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ലാസ്റ്റ് വർക്കൗട്ട്. ഇങ്ങനെ ബാക്കിൻ്റെ വർക്കൗട്ട് കംപ്ലീറ്റ് ആയി. ബാക്കിൻ്റെ വർക്കൗട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ റെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബൈസെപ്സിൻ്റെ വർക്കൗട്ട്സ് ആണ്. ബൈസെപ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റഡ് ഡംബൽ കേളാണ്. 3 സെറ്റ് ചെയ്യണം. ഓൾട്ടർനേറ്റീവായിട്ടാണ് ചെയ്യുന്നത്. 10 മുതൽ 15 റെപ്പ് ചെയ്യണം. സെയിം ആയിട്ട് ഫസ്റ്റ് പമ്പിങ് ആയിരിക്കും. ഓൾറെഡി നമ്മൾ ബാക്ക് വർക്കൗട്ട് ചെയ്തുകൊണ്ടൊരു പമ്പുണ്ട് നമ്മുടെ ബൈസ് അതുപോലെ ഓൾട്ടർനേറ്റീവായിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യുക. 3 സെറ്റ് മറക്കാതെ ചെയ്യുക. മാക്സിമം കൗണ്ട്. ഫെയിലിയർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും, ഫെയിലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ടുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിൾ റോപ്പ് ഹാമർ കേളാണ്. അതാണ് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത്. അടുത്ത വർക്കൗട്ട് മിഷനിലാണ് ചെയ്യുന്നത്. മിഷനിൽ കേബിൾ റോപ്പ് ഹാമർ കേൾ എന്ന് പറഞ്ഞ വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഇത് മാക്സിമം ഇച്ചിരി അടുത്ത് നിൽക്കാതെ, മെഷീൻ്റെ അടുത്ത് നിൽക്കാതെ ഇച്ചിരി പുറകോട്ട് മാറി നിന്ന് ചെയ്യുക. സ്റ്റഡി ആയിട്ട് ചെയ്യുക. അത് 3 സെറ്റാണ് ചെയ്യേണ്ടത്, 10 മുതൽ 15 റെപ്പ് വരെ. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത വർക്കൗട്ട് 3ാമത്തെ വർക്കൗട്ടും ബൈസെപ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് ബാർബൽ സൈഡ് സ്പൈഡ് കേളാണ്. അത് 3 സെറ്റ് 10 മുതൽ 15 വരെ. കേബിൾ റോപ്പ് ഹാമർ കേൾ എന്ന് പറയുന്ന സെറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ 3ാമത്തെ പ്രോഗ്രാം. അത് 3 സെറ്റ് മുതൽ 10 മുതൽ 15 റെപ്പ് വരെ ചെയ്യുക. മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിടുക. ലൈറ്റ് വെയിറ്റ് അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലൈറ്റ് വെയിറ്റ് എന്നാലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. കൗണ്ടിൽ റെപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യുക. മാക്സിമം റെപ്പ് അടിക്കുക. അത് നല്ല രീതിയിൽ പമ്പുണ്ടാകുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡംബൽ കേളാണ്. അതാണ് നമ്മുടെ 4ാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ സ്റ്റാൻഡ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റീവായിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് ഒന്നടിക്കുക. അതുപോലെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അത്രയും പമ്പ് കിട്ടുന്നെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ ബൈസെപ്സിൻ്റെ പമ്പ് കാണാൻ പറ്റും. അത് 3 സെറ്റ് 10 മുതൽ 15 റെപ്പ് വരെ. അത് കഴിഞ്ഞ് നമ്മുടെ 5ാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡംബൽ ഹാമർ കേളാണ്. അത് 3 സെറ്റ് 10 മുതൽ 15 വരെയാണ് അതും ചെയ്യേണ്ടത്. അതും ഇതുപോലെ തന്നെ സ്റ്റാൻഡായിട്ട് നിൽക്കും. സ്റ്റാൻഡെന്ന് ഉദ്ദേശിച്ചത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഹാമർ കേൾ എന്നിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് അടിക്കുക. മാക്സിമം വെയിറ്റ് ഇട്ട് അടിക്കാൻ നോക്കുക. അത് ഇച്ചിരി ഈസിയാണ്. നല്ല പമ്പും കിട്ടും. നമ്മുടെ ബൈസെപ്സിന് ഒരു നല്ലൊരു പമ്പായിരിക്കും. അങ്ങനെ ബൈസെപ്സിന് പമ്പായിരിക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് ബാറിൽ പ്രീ ആർച്ചർ കേൾഡ് 3 സെറ്റ് 10 മുതൽ 15 റെപ്പ് വരെ അടിക്കുക. അത് സ്ലോലി അടിക്കുക, സ്റ്റേണായിട്ട് അടിക്കുക. ഇതാണ് ഇന്നത്തെ വർക്കൗട്ട് ഫുള്ള്. ബാക്കിൻ്റെ ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ഞാൻ ചെയ്തത്. ഡേ 3 ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങൾക്ക് ബിഗിനേഴ്സിനായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ ബൈ, അടുത്ത വീഡിയോ ആയി കാണാം.